ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് വെക്കണം. അപ്പോൾ നമ്മൾ രാവിലത്തേക്കാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി കുതിർത്തിട്ട് വെക്കുക. വൈകുന്നേരത്താണെങ്കിലും നമുക്ക് എപ്പോഴാണെങ്കിലും നമ്മൾ ഒരു 3 മണിക്കൂർ കുതിർത്തിട്ട് വെക്കുക. അപ്പോൾ ഞാനിവിടെ കുതിർത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു അരിപ്പയിൽ അരിച്ചിട്ട് എടുക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മളുടെ അരി ഒരു ഹാഫായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് അരച്ചിട്ടെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ അരച്ചിട്ടെടുക്കാം. അപ്പോൾ ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ശർക്കരയാണ് കേട്ടോ. ശർക്കര നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. അത് നമ്മൾ നന്നായിട്ട് അരച്ചിട്ടെടുക്കാം. ഇനി നമ്മൾ ഈ ഒരു മിക്സിയുടെ ജാറിൻ്റെ ആ ഒരു അരയ്ക്ക് മുകളിലായിട്ട് നന്നായിട്ട് മുകളിൽ പൊന്തേണ്ട, അതായത് അരിയുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മൾ ചേർത്തിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂണ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. മൈദയും ഇട്ടിട്ട് കൊടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റാണ് കേട്ടോ. മൈദയായാലും ഗോതമ്പ് പൊടിയായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുത്ത് വരാം. അപ്പോൾ നമ്മളിവിടെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. നല്ല ലൂസ് പരുവത്തിൽ കിട്ടേണ്ട ആവശ്യമില്ല. നല്ല തിക്നെസ്സോട് കൂടിയും കിട്ടേണ്ട. ഇതുപോലെ ഈ ഒരു മീഡിയം സൈസിൽ ഒരു കുറുക്ക് രൂപത്തിൽ നമ്മൾ ആക്കിയിട്ടെടുക്കുക. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് നമ്മളുടെ നെയ്യപ്പം നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ നമുക്ക് പൊന്തി വരത്തില്ല. ഇതുപോലെ ഈ രീതിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ നെയ്യപ്പം നല്ലതുപോലെ തന്നെ കിട്ടും. ഇനി നമ്മളിത് ചുട്ടെടുക്കാനായിട്ട് ചൂട് കട്ടിയുള്ള താഴ്മയുള്ളൊരു പാത്രമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു പാത്രം നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് അതിന് മുമ്പായിട്ട് നെയ്യിൽ നമുക്ക് 1 ടീസ്പൂൺ നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ അതുകൂടെ നമ്മളിവിടെ നെയ്യിൽ തേങ്ങാക്കൊത്ത് വറുത്തിട്ട് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളൊരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഇത് ചുട്ടെടുക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ചൂടായിട്ട് മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ആ ഒരു തിള വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഒരു തവി ഒഴിച്ച് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് വെക്കുക. അപ്പോൾ തന്നെ 2 മിനിറ്റിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് വെക്കുക. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ നെയ്യപ്പം തിരിച്ചു മറിച്ചിട്ട് വേവിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളി നമ്മൾ പൊട്ടിപ്പോവും. അതിൻ്റെ ഉൾവശം പെട്ടെന്ന് തന്നെ പൊട്ടിയിട്ട് അത് വെന്ത് കിട്ടില്ല. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ നെയ്യപ്പം കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടും അരി നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മൾ നെയ്യപ്പം കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. 4 മണി പലഹാരത്തിൻ്റെ 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ.